കുവൈത്തിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായ നമ്മുടെ നാട്ടുകാരെ ഓർത്തുകൊണ്ട് ഇന്നത്തെ ഇന്ത്യ സ്കാനിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സമയത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഇന്ത്യക്കും മാറി നിൽക്കാൻ കഴിയില്ല. തിരഞ്ഞെടുപ്പുകളിൽ പോലും തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ഇവയ്ക്ക് കഴിയുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. 2024 ഡിജിറ്റൽ ന്യൂസ് റിപ്പോർട്ടിന്റെ പുതിയ പഠന പ്രകാരം യൂട്യൂബാണ് ഇക്കാര്യത്തിൽ മുമ്പൻ. ആളുകൾ വാർത്തകൾ അറിയാൻ പോലും ആശ്രയിക്കുന്നത് യൂട്യൂബിനെയാണത്രേ. വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് കളിയാക്കി പറയാറുണ്ടെങ്കിലും വാട്സപ്പിലൂടെ വരുന്ന വാർത്തകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും കുറവല്ല. വാർത്തകളുടെ സത്യസന്ധതയെക്കുറിച്ച് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആശ്വാസ്യകരമായ കാര്യമല്ലെങ്കിലും സത്യം ഇതാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 320 വർഷത്തെ പ്രസിദ്ധീകരണത്തിന് ശേഷം വിയന്നയിലെ വീനസീറ്റൻ പത്രം പ്രസിദ്ധീകരണം നിർത്തിയത് കഴിഞ്ഞ വർഷമാണ്. കാരണങ്ങൾ പലതാണെങ്കിലും എല്ലായിടത്തും പത്രങ്ങൾ തകർച്ചയെ നേരിടുകയാണെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതിരില്ലാത്ത പരസ്യ സ്വാതന്ത്ര്യത്തിലൂടെ മാത്രമാണ് പലരും പിടിച്ചു നിൽക്കുന്നത്. പലരും യൂട്യൂബിലേക്ക് മാറിയതിനും കാരണം മറ്റൊന്നുമല്ല. യൂട്യൂബ് കയറി വരുന്നതോടെ ഫേസ്ബുക്ക് ചിത്രത്തിൽ നിന്നും പുറത്താവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുവാക്കൾക്ക് അതിനേക്കാൾ പ്രിയങ്കരമായ പല പ്ലാറ്റ്ഫോമുകളും പിന്നീട് വന്നു. വാർത്തകളുടെ കാര്യത്തിൽ അപ്പോഴും യൂട്യൂബ് തന്നെയാണ് ചാമ്പ്യൻ. വീഡിയോ വാർത്തകളിലാണ് ആളുകൾക്ക് താല്പര്യം, അതും ഷോർട്ട് വീഡിയോകളിൽ. ജർമ്മനിയിൽ ഇരുന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ധ്രുവ് റെഡ്ഡിക്ക് സാധിച്ചതിൻ്റെയും അതിൻ്റെ സ്വാധീനത്തെയും കുറിച്ചായിരുന്നു ഈയിടെ ചർച്ചകൾ. ഇന്ത്യ ഏകാധിപത്യത്തിലേക്കാണോ എന്ന റെഡ്ഡിയുടെ വീഡിയോകൾ ഏറെ സ്വാധീനമുണ്ടാക്കി എന്നതാണ് സത്യം. ഇദ്ദേഹത്തിൻ്റെത് മാത്രമല്ല, ഒട്ടനവധി യൂട്യൂബ് ചാനലുകൾ ഇത്തരത്തിൽ ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവിനായി പ്രയത്നിച്ചിട്ടുണ്ട്. അതിന് മറികടക്കാൻ സ്വാഭാവികമായും BJPയും അനുബന്ധ കക്ഷികളും പണിയെടുത്തിട്ടുമുണ്ട്. 47 കോടിക്ക് പുറത്ത് യൂട്യൂബ് ഉപയോക്താക്കളാണ് ഇന്ത്യയിലുള്ളത്. തൊട്ടു പിന്നിലുള്ള അമേരിക്കയിൽ അത് 23 കോടിയാണ്. ഈ ജനസംഖ്യയെ അഭിസംബോധന ചെയ്യാതെ ഏത് രാഷ്ട്രീയക്കാർക്കാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? ഇത് 2 കോടിയാണ് ധ്രുവ് റെഡ്ഡിയുടെ സബ്സ്ക്രൈബേഴ്സ്. ഇദ്ദേഹത്തെക്കാൾ കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സ് അധികമുണ്ട് നരേന്ദ്രമോദിക്ക്. പക്ഷേ ധ്രുവ് റെഡ്ഡിയുടെ വീഡിയോകൾ ആളുകൾ കണ്ടു എന്നതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇദ്ദേഹത്തിന്റെ വീഡിയോ നാട് നീളെ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രചാരണം. 27 വർഷത്തെ NDTV സേവനം അവസാനിപ്പിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങിയ രവീഷ് കുമാറിനും കുഴപ്പമില്ലാത്ത എണ്ണം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മധ്യവർഗത്തിന്റെ അഭിപ്രായ രൂപീകരണത്തിൽ രവീഷ് കുമാറിന്റെ വീഡിയോകൾക്ക് ചെറുതല്ലാത്ത പങ്കുമുണ്ട്. ഇതിനു പുറമെയാണ് ഫാക്ട് ചെക്കിംഗ് സൈറ്റുകൾ. ഭരണകൂടത്തിനും അതിൻ്റെ പിന്നണിക്കും ഇത് വളരെയേറെ വെല്ലുവിളികളാണ് നൽകുന്നത്. ഏത് നുണകളെയും മണിക്കൂറുകൾക്കകം പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന തരത്തിലാണ് ഇവരുടെ പ്രവർത്തനം. മുഹമ്മദ് സുബൈറിനെ പോലെ പലരെയും ജയിലിലടച്ച് സ്വൈരജീവിതം നയിക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്നുവെങ്കിലും ഭരണവർഗത്തിന് അതും സാധിച്ചില്ല എന്നതാണ് സത്യം. രാഷ്ട്രീയ പാർട്ടികളെ ഈ മീഡിയയെ ആശ്രയിക്കുന്നതിൽ എത്ര കണ്ട് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. BJP യൂട്യൂബിന് 60 ലക്ഷമാണ് സബ്സ്ക്രൈബേഴ്സ്. പക്ഷെ ആം ആദ്മിക്ക് 70 ലക്ഷമുണ്ട്. കോൺഗ്രസിന് അത് 53 ലക്ഷവും തൃണമൂലിന് 6 ലക്ഷവുമാണ്. ഒവൈസിയുടെ പാർട്ടിക്ക് 14 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലുണ്ട്. ഇതിൽ ഏതൊക്കെ ചാനലുകളിൽ ഏതൊക്കെ പരിപാടികൾ എത്ര കണ്ട് കാലികമാണ് എന്നുള്ളത് വേറെ വിഷയം. ടെലികമ്മ്യൂണിക്കേഷൻ ബിൽ, ബ്രോഡ്കാസ്റ്റ് സർവീസ് റെഗുലേഷൻ ബിൽ, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമം തുടങ്ങിയുള്ള നിയമങ്ങൾ പലതും ഭരണകൂടം തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇത്തരം യൂട്യൂബ് ചാനലുകളെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അവർക്കറിയാം. 2021 ഡിസംബർ വരെയുള്ള സർക്കാരിന്റെ കണക്ക് പ്രകാരം തന്നെ 122 യൂട്യൂബ് ന്യൂസ് ചാനലുകൾ നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. മോദിയെക്കുറിച്ച് സംസാരിച്ച BBC ഡോക്യുമെന്ററിയുടെ അവസ്ഥ നമ്മൾ മറന്നിരിക്കാനിടയില്ല. യൂട്യൂബിലും ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വരുന്ന വാർത്തകളെയാണ് ഭൂരിപക്ഷവും ആശ്രയിക്കുന്നതെങ്കിലും ഒരു സംശയത്തോടെയാണ് ഇതിനെ വീക്ഷിക്കുന്നതെന്നാണ് സത്യം. ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ മറ്റുള്ള സൈറ്റുകളെ കൂടി ആശ്രയിക്കും. വൈകാരിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പലപ്പോഴും
പക്ഷേ ഈ ഉറപ്പിക്കൽ ഉണ്ടാവാറില്ല. അതിന് രാജ്യം കൊടുക്കേണ്ടി വരുന്നത് പലപ്പോഴും വലിയ വിലയായിരുന്നു എന്നതിന് ചരിത്രം സാക്ഷിയുമാണ്. മണിപ്പൂരിൽ നിയമ സംവിധാനം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് പുതുതായി പുറത്തു വന്നിരിക്കുന്നത്. വിവിധ കേസുകളിൽ അകപ്പെട്ട് ജയിലിൽ കഴിയുന്ന കുക്കി സമുദായ അംഗങ്ങൾക്ക് ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലത്രേ. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് മെയ്ത്തികളുടെ പ്രദേശത്തുകൂടെ വേണം തങ്ങളുടെ വീടുകളിലേക്ക് പോവാൻ. അതൊരിക്കലും പ്രായോഗികമല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ജാമ്യം കിട്ടിയിട്ടും വീട്ടിൽ പോവാൻ തയ്യാറാവാതെ 22 കുക്കി സമുദായാംഗങ്ങൾ ഇപ്പോഴും ജയിലിൽ കഴിയുന്നത്. ഇവരെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ സർക്കാർ സംവിധാനത്തിനും കഴിയുന്നില്ല. ഒരു തവണ പുലർച്ചെ സുരക്ഷാ സംവിധാനങ്ങളോടെ കുറച്ചു കുക്കികളെ സുരക്ഷിതമായി എത്തിച്ചെങ്കിലും പിന്നീടുള്ള ശ്രമങ്ങളൊക്കെ ചോർത്തപ്പെടുകയും ജയിലിന് പുറത്തെ റോഡ് മുഴുവൻ ആയുധധാരികളായ മെയ്ത്തികൾ കൈയടക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്തെ ഏക ജയിൽ മെയ്ത്തികൾക്ക് ആധിപത്യമുള്ള ഇംഫാലിലാണ് ഉള്ളത്. അതേസമയം ജാമ്യം കിട്ടിയവരെ ജയിലിൽ കഴിയാൻ നിയമം അനുവദിക്കാത്തതുകൊണ്ട് ഇന്ത്യൻ പൗരന്മാരായ ഇവർ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ നിസ്സഹായത കാരണം വിദേശ പൗരന്മാർക്കായി നിർമ്മിച്ച ഡിറ്റൻഷൻ സെന്ററുകളിലാണ് കഴിയുന്നത്. ജയിൽ പുള്ളികളല്ലാതിരുന്നിട്ടും വലിയ മതിൽക്കെട്ടുകൾക്കകത്ത് കുടുംബത്തെ വീഡിയോ കോളുകളിലൂടെ മാത്രം കാണാൻ വിധിക്കപ്പെട്ട് കഴിയുകയാണ് ഇവർ. ഇതിൽ ഈ വർഷം ജനുവരിയിൽ ജാമ്യം ലഭിച്ചവർ വരെയുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച ഇപ്പോഴൊരു വാർത്തയല്ലാതായിരിക്കുന്നു. പക്ഷെ നീറ്റിൻ്റെയും നെറ്റിൻ്റെയും ചോദ്യപേപ്പറുകൾ ചോർന്നുവെന്നതിനും പരീക്ഷയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുവെന്നതും സംഗതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അനധികൃതമായി ഒരു ഈച്ച പോലും വരാത്ത തരത്തിൽ കെട്ടിപ്പൂട്ടിയിട്ട് നടത്തുന്ന പരീക്ഷകളിൽ പോലും പലർക്കും പിൻവാതിലിലൂടെ കാര്യങ്ങൾ നടത്താനാവുമെന്ന അവസ്ഥ എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് ഓർത്തു നോക്കുക. ഇത്തരം പരീക്ഷകളിൽ ജയിച്ചു കിട്ടാൻ ഓരോ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ചെലവഴിക്കുന്ന സമയവും പണവും ഓർത്തു നോക്കുമ്പോൾ സങ്കടമാണ് വരിക. നീറ്റ് പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യതയ്ക്ക് മേൽ ചോദ്യചിഹ്നം ഉയർത്തിയിരിക്കുമ്പോഴാണ് ക്രമക്കേട് ആരോപിച്ച് നെറ്റ് പരീക്ഷ റദ്ദാക്കിയത്. ഇത്ര വലിയ ക്രമക്കേടുണ്ടായിട്ടും ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഉണ്ടാക്കി പ്രശ്നങ്ങളെ പഠിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ ആകെ നൽകിയിരിക്കുന്ന വാഗ്ദാനം. ഹൈപ്പവർ കമ്മിറ്റി തലവനാവട്ടെ NTA നിലവിലെ ചെയർമാനും. നീറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 67 വിദ്യാർത്ഥികൾക്ക് ഒരേ സ്കോർ കിട്ടിയത്. പരീക്ഷാ കേന്ദ്രത്തിലെ സാങ്കേതിക തകരാറുകൾ കാരണം പരീക്ഷ വൈകിയ കുട്ടികൾക്ക് മാർക്ക് ദാനം ചെയ്യുന്ന കാഴ്ചയും ഈ എൻട്രൻസ് പരീക്ഷയിൽ കണ്ടു. വിവാദത്തെ തുടർന്ന് ഈ മാർക്ക് കിട്ടിയവരുടെ പരീക്ഷ ക്യാൻസലാക്കി പുതിയ പരീക്ഷയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് NTA. നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ രഹസ്യ നെറ്റ്വർക്കിൽ ചോർന്നതായി ആഭ്യന്തര മന്ത്രാലയം തന്നെ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് അത് ടെലിഗ്രാമിലും വന്നത്രേ. ഇത്തവണ ഓഫ്ലൈനായി OMR ടെസ്റ്റ് ആയിരുന്നു നെറ്റ്. ഇനി ഒന്നുകൂടെ പരീക്ഷ എഴുതുകയാണ് 10 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ വിധി. നരവംശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത് ചോദ്യപേപ്പർ ചോർന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്നും ഒരു സംസ്ഥാനത്തല്ലേ ക്രമക്കേട് നടന്നുള്ളൂ എന്നുമാണ്. ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയുമെന്ന അന്താളിപ്പിൽ ഇന്നത്തെ ഇന്ത്യ സ്കാൻ പൂർണ്ണമാവുന്നു.